ഹായ് ഓൾ. എല്ലാരും ചോദിക്കുന്നു നമ്മുടെ ഈ പറഞ്ഞ ഇലക്ട്രോണിക്സുകാർക്ക് ഈ വർഷം ഏതൊക്കെ പരീക്ഷയ്ക്കാണ് നമ്മൾ കോൾ ഫോർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ പരീക്ഷയ്ക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ള ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഇത് വ്യക്തമായിട്ട് പറയാം. അസിസ്റ്റന്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞ പരീക്ഷയാണ് വരുന്നത്. അത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ 071/2024 എക്സാം ആണ്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ശരിക്കും ജൂലൈ മുതൽ ഈ പറഞ്ഞ ആഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെയാണ് അതിന്റെ ടൈം പറഞ്ഞേക്കുന്നത്. ആ പരീക്ഷയ്ക്ക് നമ്മൾ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ അതിനോട് ചേർത്താണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നമ്മൾ ലെക്ചറിംഗ് ബോഡിക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിനുവേണ്ടി ക്ലാസ്സസ്, ഈ ബണ്ടിൽ കോഴ്സ് നമ്മുടെ എടുക്കുന്നവർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. അത് ഈ പറഞ്ഞ ലെക്ചറിംഗ് പോളിടെക്നിക്കിന്റെ കൂടെ തന്നെയാണ് പോകുന്നത്. അവസാന സമയത്ത് എക്സ്ട്രാ വരുന്ന സബ്ജക്ട്സുകളുണ്ട്. അതിനുവേണ്ടി ക്ലാസ്സസ് ഉണ്ടാവും. അതിന്റെ കൂടെ തന്നെ ഈ പറഞ്ഞ മോക്ക് എക്സാംസും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇതേപോലെ തന്നെ ഈ പറഞ്ഞു വന്ന ലെക്ചറിംഗ് പോളിടെക്നിക്കിന്റെ പരീക്ഷ കൊണ്ടത് പറഞ്ഞിരിക്കുന്നത് ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ ഒക്ടോബർ വരെയുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്തേക്ക് മെയിൻലി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ലെക്ചറിംഗ് പോളിടെക്നിക് ആണെന്ന് നിങ്ങൾക്കറിയാം. അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചാൽ PWDയിലാണ് ബാക്കി രണ്ട്. എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞൊരു പോസ്റ്റ് വരുന്നുണ്ട്. അത് PWDയിലാണ്. ഇത് അസിസ്റ്റന്റ് എഞ്ചിനീയർ വന്നിരിക്കുന്നത് PWDയിലാണ്. പക്ഷെ മോസ്റ്റ് പ്രോബബ്ലി അത് 10 സീറ്റ് 12 സീറ്റ് അല്ലെങ്കിൽ 15 സീറ്റ് വരെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ നമ്മുടെ ലെക്ചറിംഗ് പോളിടെക്നിക് അങ്ങനെയല്ല. ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. ഇലക്ട്രോണിക്സുകാർക്കുള്ള 100ഓളം സീറ്റുകൾ വരുന്ന ഒരു വലിയ ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് നമ്മൾ കോച്ചിങ് വളരെ ഫോക്കസ്ഡ് ആണ്. ലാസ്റ്റ് ടൈം നമുക്കായിരുന്നു ഫസ്റ്റ് റാങ്ക് എന്നുള്ളത് നിങ്ങൾക്കറിയാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടാമത്തത് ലെക്ചറിംഗ് പോളിയാണ്. 720/2024 അതാണ് പരീക്ഷ. അതിന്റെ ടൈം ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത 578 എഞ്ചിനീയറിംഗ് അസിസ്റ്റന്റ് ഓവർസിയർ ഗ്രേഡ് 1 ഇലക്ട്രോണിക്സ് വിങ് PWD. അത് ശരിക്കും സെപ്റ്റംബർ ടു നവംബർ ആണ്. യഥാർത്ഥത്തിൽ ഒരു കാര്യം പറയട്ടെ, ഈ രണ്ട് പരീക്ഷയ്ക്ക് പഠിച്ചതിന്റെ ഒരു ചെറിയ അനിയനാണ് വരുന്നത്. അത് നമുക്കറിയാം. ഓവർസിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രേഡേ വരുന്നുള്ളൂ, പോളിടെക്നിക് ലെവലേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും ക്വസ്റ്റ്യൻസും എല്ലാം ബാക്കി നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ടാവും. ആർക്ക് വേണ്ടി? നമ്മുടെ ബണ്ടിൽ കോഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ടാവും. എല്ലാം ക്ലിയർ ആണ്. എനിവേ ഒരു കാര്യം ഞാൻ പറയാം, ഈ രണ്ട് പോസ്റ്റിനേക്കാളും ഇമ്പോർട്ടന്റ് നമ്മുടെ ലെക്ചറിംഗ് പോളിടെക്നിക് ആണ്. അത് സാലറി വെച്ചാണെങ്കിൽ സാലറി നിങ്ങൾക്കറിയാം AICT പേ സ്കെയിലാണ്. ബാക്കിയുള്ള എഞ്ചിനീയേഴ്സിനെ പോലും 58,000 കിട്ടുന്ന സമയത്ത് ഇവിടെ 82,000 ആണ്. ശരിയല്ലേ? അപ്പൊ അത് വേറെ ലെവലാണ്. പിന്നെ ഈ പറഞ്ഞു വന്ന നമ്മുടെ ടീച്ചിങ് ജോബിന്റെ ഒരു ഗുണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എനിവേ ഇതിന്റെ അകത്ത് നമുക്ക് രണ്ടാമത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞു വന്ന ഈ ബണ്ടിൽ കോഴ്സിന്റെ പ്രത്യേകത ചോദിക്കുന്നുണ്ട്. നമ്മൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം, ടെക്സ്റ്റ് ബുക്ക് കൊണ്ട് നമുക്ക് 10,000ഓളം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന മറ്റേ പരീക്ഷകളൊക്കെ ആയിട്ട് ക്ലാസ്സിൽ തന്നെ എന്താ പറയുന്നത്, എനഫ് ക്വസ്റ്റ്യൻസ് അവിടെ സോൾവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയാൽ തന്നെ കാണാം. നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും ഒരു 5 ക്വസ്റ്റ്യൻ ക്ലാസ് ചെയ്യുന്നതിന്റെ കുറച്ച് പാർട്ട് ക്വസ്റ്റ്യൻസ് ഡെയിലി നമ്മൾ ഇടുന്നുണ്ട്. അത് നിങ്ങൾ കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എനിവേ നമുക്ക് ഈ ഒരു ജേർണി ഒരുമിച്ച് പോകാം. കൂടെ തന്നെ ഒരു കാര്യം പറയട്ടെ, എക്സാംസ് വീക്കിലി നടത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മുടെ ഒരു ഇമ്പോർട്ടൻസ് തന്നെയാണ്. അപ്പൊ എനിവേ ഒരു കാര്യം പറയട്ടെ, ബണ്ടിൽ കോഴ്സ് ആയാലും ലെക്ചറിംഗ് ബോഡി ആയാലും നിങ്ങൾ ജോയിൻ ചെയ്താലും ജോയിൻ ചെയ്തിട്ട് പ്രിപ്പറേഷൻ നല്ലപോലെ നടക്കട്ടെ. ഈ വർഷം നല്ലൊരു വിജയമായിരിക്കണം. ടേക്ക് കെയർ. ബൈ. താങ്ക് യു.